തൃശ്ശൂർ അതിരൂപതയിലെ 760ഓളം കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന മേരി മാതാ കുറ്റൂർ ഇടവകയുടെ വികാരിയാണ് ഞാൻ. എൻ്റെ പേര് ഫാദർ ജോജു പുറത്തൂര്. ഇപ്രകാരം ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരാനുള്ളൊരു കാരണം, ഞങ്ങളുടെ ഇടവകയിൽ CLC മക്കൾ ചെയ്ത ഒരു സംഭവത്തെ അറിയിക്കുവാനാണ്. എല്ലാ വർഷവും ഇടവകയിലെ ഊട്ടുതിരുനാളിന് CLC മക്കൾ ഓരോ എക്സിബിഷൻസ് നടത്താറുണ്ട്. ഞാൻ വന്ന ആദ്യത്തെ വർഷം അവർ ഊട്ടുതിരുനാൾ നടത്തിയത് മാതാവിൻ്റെ ലോകത്തിലെ വ്യത്യസ്തമായ പ്രത്യക്ഷീകരണങ്ങളായിരുന്നു. രണ്ടാമത്തെ വർഷം അവർ മനോഹരമായിട്ട് ഒരു പ്രോ ലൈഫിനെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവസ്പന്ദനം എന്ന പേരിൽ ഒരു എക്സിബിഷൻ വളരെ മനോഹരമായിട്ട് അവർ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യുകയുണ്ടായി. മൂന്നാമത്തെ വർഷമായ 2026 മെയ് 10-ാം തീയതിയാണ് ഇടവകയിലെ ഊട്ടുതിരുനാൾ ഞങ്ങൾ ആചരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് CLC മക്കൾ ഈ ഇടവകയ്ക്ക് ചെയ്തു തരുന്ന ചിന്ത വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 2026 ലോകത്തിലെ രണ്ടാം ക്രിസ്തു എന്ന് പരക്കെ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷിക ദിനത്തിൽ ഈ വർഷം നമ്മൾ ഫ്രാൻസിസ് വർഷമായിട്ട് ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് അസീസിയുടെ ആധ്യാത്മികതയ്ക്കും ഫ്രാൻസിസ് അസീസിയുടെ ലാളിത്യം നിറഞ്ഞ ജീവിതത്തിനും ഫ്രാൻസിസ് അസീസിയുടെ പ്രകൃതിയോടുള്ള വലിയ താല്പര്യത്തിനുമൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു 1500 തിരുശേഷിപ്പുകളുടെ ഒരു എക്സിബിഷൻ, ഒരു പ്രദർശനം നടത്തുവാൻ ആഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ആ എക്സിബിഷന്റെ കവാടത്തിൽ CLC മക്കൾ ഒരുക്കിയത് പ്രകൃതി സ്നേഹിയായ ഫ്രാൻസിസ് അസീസിയുടെ സാധാരണ നമ്മൾ സോഡ കുപ്പിയുടെ കോർക്കിൽ അവർ രൂപം കൊടുത്ത ഒരു ചിത്രമായിരുന്നു. ആ ചിത്രം ഞങ്ങൾക്ക് വേണ്ടി അനാച്ഛാദനം ചെയ്തത് അതിരൂപത ചാൻസലർസിനായ ബഹുമാനപ്പെട്ട ഡൊമിനിക് തലക്കോടനസിനായിരുന്നു. വളരെ മനോഹരമായി ആ രൂപം അവർ അണിയിച്ചൊരുക്കി. അതുപോലെ തിരുശേഷിപ്പുകളുടെ പ്രദർശനവുമൊക്കെ ഞങ്ങളുടെ ഊട്ടുതിരുനാളിന് ഏറ്റവും മിഴിവാർന്ന ഒരു തിരുനാളായി, ഒരു ആധ്യാത്മികതയിൽ ഊന്നിയൊരു തിരുനാളായിട്ട് മാറ്റുവാനായിട്ട് CLC മക്കള് മുൻപന്തിയിലുണ്ടായിരുന്നു. അതിനായിട്ട് വികാരിച്ചനായി ഞാനും അതുപോലെ കൈക്കാരന്മാരും ഇടവകക്കാരും ഒക്കെ അതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും അവർക്ക് നൽകുകയുണ്ടായി. കാരണം അവർ ഈ ഇടവകയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണെന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും വളരെ ക്രിയേറ്റീവായി, വളരെ ഡെഡിക്കേറ്റഡായി, വളരെ ആധ്യാത്മികതയുള്ളവരായി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കേറെ അഭിമാനകരമായിട്ടുള്ള ഒരു സത്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലെ യുവജനങ്ങളൊക്കെ ലോകത്തിന് വഴിയിലൂടെ പോകുന്നൊരു കാലഘട്ടമാണ്. അതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവികമായി അവരുടെ ആപ്തവാക്യം പോലെ മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്ന ആ ആപ്തവാക്യം സ്വയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവരെ ആധ്യാത്മികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഇവിടെ കാഴ്ചവെക്കാനിടയായത്. അത് ഞങ്ങളുടെ ഊട്ടുതിരുനാളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാനായിട്ട് കാരണമായി. ഇടവക്കാട് വലിയ പ്രശംസ അവർക്ക് ലഭിക്കുകയുണ്ടായി. തീർന്നില്ല, മറ്റ് മാധ്യമങ്ങളുമൊക്കെ ഈ ഒരു പ്രവൃത്തിയെ വളരെയധികം ശ്ലാഘിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ ഇവിടെ വരികയും മറ്റു വാർത്തകളൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഈ അവസരത്തിൽ ഇടവകയുടെ നാഥൻ എന്ന രീതിയിൽ ഞങ്ങളുടെ ഇടവകയിലെ CLC മക്കൾ നടത്തിയ ഈ പ്രവർത്തനത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു വാർത്ത ലോകത്തോട് പറയുവാനായിട്ട് ഞങ്ങളുടെ ഇടവകയിലേക്ക് ഏറെ ഹൃദ്യമായി വന്ന താവു വിഷനെയും ഏറെ സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട റോജർ വാഴപ്പള്ളി അച്ഛനെയും മറ്റ് ടീം അംഗങ്ങളെയും ഇടവകയുടെ പേരിൽ ഞങ്ങൾ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വർഗരാജ്യം ഭരണമയുടെ വാഴ്ത്തുവാൻ മരിയ മക്കൾ അണിനിരക്കും നീലമുന്നണി, മരിയ മക്കൾ അണിനിരക്കും നീലമുന്നണി. തൃശ്ശൂർ അതിരൂപതയിലെ കൊട്ടയാട് ഫൊറോണയിൽ കീഴിൽ വരുന്ന കുറ്റൂർ മേരി മാതാ പള്ളിയിലെ CLC സംഘടനയാണ് ഞങ്ങള്. 25ഓളം പേരാണ് ഈ സംഘടനയിലുള്ളത്. 3 വർഷമായി കൊട്ടയാട് ഫൊറോണയിൽ ബെസ്റ്റ് മോഡൽ യൂണിറ്റ് എന്ന പുരസ്കാരം വരെ ഞങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്.
കൊട്ടേക്കാട് ഫൊറോനയിലും ഈ കുറ്റൂർ ദേവാലയത്തിലും ഞങ്ങൾ മികച്ചൊരു സംഘടനയായിട്ട് ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഈ ഒരു ഫ്രാൻസിസ് അസീസിയുടെ ഈ ഒരു ആർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടായ ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ വർഷവും ഊട്ടുതിരുന്നാളിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒരു 1500 തിരുശേഷിപ്പുകളുടെ ഒരു എക്സിബിഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വികാരിയസിനോടും കൂടെ സംസാരിച്ച് ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു ചിത്രത്തിലോട്ട് നമ്മൾ എത്തുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ ആ പ്രകൃതി സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ഇത് ചെയ്യാന്നുള്ളൊരു ആശയത്തിലോട്ട് എത്തുന്നത്. പരിസ്ഥിതി അതിനോട് ദോഷം ചെയ്യാത്ത ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ആശയം മുട്ടത്തോട് വെച്ച് ചെയ്യാമെന്നാ. പക്ഷെ മുട്ടത്തോട് അത്ര പ്രാക്ടിക്കലി നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയുടെ മൂടി വെച്ച് ചെയ്യാന്ന് വെച്ചു. പക്ഷെ പ്ലാസ്റ്റിക് കുപ്പിയുടെ മൂടി നമുക്ക് അധികം ഒന്നും കിട്ടാണ്ടായില്ല. പിന്നെ ഞങ്ങളുടെ CLC സംഘടനയിലത്തെ ഒരാളുടെ ആശയമായിരുന്നു, നമുക്ക് എന്തുകൊണ്ട് സോഡാ കുപ്പിയുടെ കാർ കൊണ്ട് ചെയ്തുകൂടാ. അപ്പൊ അത് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ കടകളിൽ പോയി ചോദിച്ചപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. അങ്ങനെ ബൾക്കായിട്ട് കിട്ടുന്ന ഒരു ഇതായത് കൊണ്ട് തന്നെ സോഡാ കുപ്പിയുടെ കാർക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ചിത്രം ചെയ്തത്. ഊട്ടുതിരുന്നാളോടനുബന്ധിച്ചിട്ട് നമ്മൾ എല്ലാ വർഷവും ഒരു എക്സിബിഷനോട് നടത്താറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എക്സിബിഷൻ നടത്തുന്നതോട് കൂടിയിട്ട് ഫ്രാൻസിസ് ഇയർ ആയതുകൊണ്ട് നമ്മൾ ഒരു ആർട്ട് ഫോം ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആശയം വന്നതും നമ്മൾ ഇതിനെ തുടർന്ന് ചെയ്തതും. അപ്പോൾ നമുക്ക് ഈ ഫ്രാൻസിസ് അസീസിയുടെ വർഷമായതുകൊണ്ട് നമുക്ക് ഇടവക ജനത്തിനെ കുറച്ചും കൂടിയും അറിയാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. നമ്മൾ ഈ CLC-കാർ ഈ ഇടവകയിൽ നല്ലോണം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പ്രാർത്ഥന പ്രവർത്തനം പഠനം എന്നുള്ള രീതിക്ക് നമ്മൾ എല്ലാ മാസവും ഇത് ചെയ്യാറുണ്ട്. ഈ പ്രവർത്തനം പഠനം ചെയ്യാറുണ്ട്. ഈ വർഷം സെൻറ്റ് ഫ്രാൻസിസിൻ്റെ 800-ാം ചരമവാർഷികം ആയതുകൊണ്ടാണ് നമ്മൾ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ആർട്ട് ഫോം തന്നെ ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ഈ വർക്കിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ തുടങ്ങിയത് ഒരു കാർക്കിന്നും പിന്നെ അതിനുശേഷം മുട്ടത്തോണ്ടിലേക്ക് മാറി. ഇത് 2 പോസിബിൾ അല്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ അവസാനം ഈ സോഡ കുപ്പിയുടെ കാർക്കിലേക്ക് നമ്മൾ അവസാനം തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ 2 ആഴ്ച ഇതിൻ്റെ വസ്തുക്കൾ തപ്പലിന് ശേഷമാണ് നമ്മൾ 2 ആഴ്ച ശേഷം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഒരാഴ്ചയോളം ഇതിന് തന്നെ വർക്ക് നമ്മൾ നീണ്ടുന്നു. നമ്മൾ ആദ്യം ഇത് മൊത്തം ഒട്ടിച്ചിട്ട് ആദ്യം നമ്മളിത് ഒന്ന് പെയിന്റ് ചെയ്ത് നമുക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഇത് പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒട്ടിച്ചത് മൊത്തം നമ്മൾ ഒന്നും കൂടി ഊരി എല്ലാം വീണ്ടും ഊരിയിട്ട് രണ്ടാമത് ആ ഒരു ഏരിയയിൽ മാത്രം ഒട്ടിക്കുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. എന്നിട്ടാണ് നമ്മളത് പെയിന്റിങ് വർക്ക് ചെയ്തത്. അപ്പോൾ കഷ്ടപ്പാടൊക്കെ എല്ലാവരും ഓരോ ടൈമിലായിട്ട് ആദ്യം കുറച്ച് പേര് വരും, പിന്നെ അവർക്ക് ഷിഫ്റ്റ് ആയിട്ട് അടുത്ത ടീം വരും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അടുത്ത ടീം വരും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഊരലും ഒട്ടിക്കലായിട്ടാണ് അവസാനം നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടെടുക്കുന്നത്. മെയിൻലി 2 ആഴ്ചയാണ് നമുക്ക് ഈ വർക്കിനായിട്ട് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ 2 ആഴ്ചയോളമുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമമാണ് ഈ ഒരു ഫ്രാൻസിസ് അസീസിയുടെ രൂപം. അപ്പോൾ ഈ ഒരു രൂപം നമ്മൾ ഊട്ടുതിരുന്നാളിൽ വെച്ചപ്പോഴാണെങ്കിലും വന്ന എല്ലാ ഇടവക ജനങ്ങളും ഞങ്ങളുടെ അടുത്ത് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവരും ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അഭിപ്രായം അല്ലെങ്കിൽ ഇവർ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും ആ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു ഇതിനെ പറ്റി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ എക്സിബിഷനുകളാണെങ്കിലും ഞങ്ങളുടെ സംഘടനയ്ക്കാണെങ്കിലും വളരെ ഒരു ഊർജ്ജമാണ്, ഒരു മോട്ടിവേഷനാണ് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒക്കെ. ഈ വെക്കേഷൻ ടൈമിൽ നമ്മളെല്ലാവരും റീൽസും ഫോണൊക്കെ കണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ ഇടയിൽ വന്നു. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയം എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ യൂണിറ്റിയുടെയും ഹാർഡ് വർക്കിൻ്റെയും ഭാഗമായിട്ടാണ് നമുക്കിത് ഇതുപോലെ മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. ഞങ്ങളൊരു ഔട്ട്ലൈൻ പ്രിന്റ് എടുത്തിട്ടാണ് ഈ സോഡാക്കാർക്ക് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്.
ഇതിൻ്റെ ആദ്യ ദിവസം തൊട്ട് അവസാനം ദിവസം വരെ ഒട്ടിക്കാൻ ഞാനും ഇതിലൊരു ഭാഗമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തൊരുമയിലും ഇതെല്ലാം ഒട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. റോമിൽ മാർപ്പാപ്പ 800-ാം വർഷത്തെ ഡിക്ലറേഷൻ പറഞ്ഞത് അധികം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ആർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഡിക്ലറേഷൻ എല്ലാവർക്കും അറിയിക്കാൻ പറ്റി. അതാണ് ഞങ്ങൾക്ക് ചെയ്തതിൽ ഏറ്റവും ഒരു സന്തോഷമായിട്ട് തോന്നിയത്. ഈ ഒരു പ്രായത്തിൽ ദൈവത്തോട് കൂടുതൽ എടുക്കാനും മാധവമായിട്ട് കൂടുതൽ ഇടപഴകാനും പിന്നെ ഇടവകയിൽ കുറേ കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങളിൽ കുറേ ഇടപഴകാനായിട്ട് സാധിച്ചു.